സുഹൃത്തുക്കളിലേക്ക് നൽകിയവര് നമുക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നാളെ രാവിലെ നബിദിന റാലി 8 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കുന്നതാണ്. എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായിട്ട് പങ്കെടുക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നാളെ വൈകിട്ട് 4:30 ഇവിടെ ഒരു പ്രത്യേക ബുർദ മജ്‌ലിസ് ഉണ്ട്. ഇവിടെ ഉള്ളവരല്ല, അതിനായിട്ട് ഒരു പ്രത്യേക ടീം വരികയാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാവരും പങ്കെടുക്കണം. ഈ സ്റ്റേജിൽ വെച്ചാണ് നടക്കുന്നത്. വൈകുന്നേരം നാളെ അസറസ്കാരാണ്. ആരും പോകരുത്, ദുആ കഴിഞ്ഞിട്ടേ പോവാം. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റാലി കഴിഞ്ഞ് ഇവിടെ ഒന്ന് സ്പോൺസർ ചെയ്തവരുണ്ട്, മറ്റു സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവരുണ്ട്, ഒരു ചാത്താരി തന്ന സഹോദരനുണ്ട്. അതുപോലെ എല്ലാ നിലത്തും സഹായം ചെയ്തവർ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇതിനെ സാസിൽ കുറെ ഉസ്താദന്മാരുണ്ട്. ജാഫർ ഉസ്താദുണ്ട്, മർസൂഖ് ഹസനുണ്ട്, അവിടെ ആമിർ ഹസൻ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, യമാനിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും സാസിൽ കയറിക്കും. മർസൂഖ് ഹസനെയൊക്കെ സാസിൽ കയറിയിരിക്കും. അള്ളാഹു അവരൊക്കെ തദ്രീസുകളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊന്ന് ദ്വാരക്കണം. സമയം കുറേ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് ഇശാ നിസ്കരിച്ച് ചോറും വെച്ച് കിടന്നാൽ മതി. എനിക്ക് നേരെ മലപ്പുറത്തിൻ്റെ നാട്ടിലെത്തണം. അള്ളാഹു യാത്രകളൊക്കെ റാഹത്തിലാക്കി തരട്ടെ. നമ്മളോട് ദ്വാരക്കണം. ഇതുപോലെ നാളെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ചുള്ള തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ ലേലം ചെയ്യാനൊന്നുമില്ല, എല്ലാവരും മൈക്കെടുക്കണ കണ്ട് മേടിച്ചിട്ടാണ്. ഇപ്പം ഞാനും മൈക്കും മാത്രം ബാക്കിയുള്ളൂ. തൽക്കാലം ഇപ്പം ലേലം ചെയ്യണ്ട, സമയമാകുമ്പോൾ നോക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് കുറെ നേരമായി നമ്മൾ ഇരിക്കുന്നത്. ഒന്ന് എണീറ്റ് നോട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് യാ വലിയൽ ഹസനാതി യാ റഫീഅ ദറജാതി. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഫിറൻ അന്നി ذنوبي واغفرا لسيئاتي. صلى الله محمد أنت غفار الخطايا والذنوب الموبقات. صلى الله محمد صلى الله أنت ستار المساوي ومقيل العثرات. صلى الله محمد صلى الله عليم السر وأخفى مستجيب الدعوات. صلى الله على محمد وسلم. ربنا ارحمنا جميعا لجميع الصالحات. ربنا ارحمنا جميعا
لجميع الصالحات ربنا ارحمنا جميعا لجميع الصالحات آمين 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 يا رب العالمين. എത്രയോ രാവുകൾ നമ്മളെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മറ്റുള്ളവർക്കൊക്കെ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഈ രാവ് എത്ര നേരം വൈകിയാലും ഇനി നാളെ രാവിലെ എത്ര നേരത്തെ എണീക്കേണ്ടി വന്നാലും പരസ്പരം ഒരു മടിയിൽ ചടപ്പൊന്നുമില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തിട്ട് തങ്ങൾ ഈ മജ്‌ലിസിൽ ഈ തിരക്കുള്ളവര് എത്ര വലിയ തിരക്കുള്ളവര് പരസ്പരം ഇവിടെ എത്ര നേരം ഒരു വിഷമമില്ലാതെ ഇരുന്നു പരസ്പരം സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഇരുത്തം നാളെ മീസാനിന്റെ തട്ടിൽ വലിയ മുതൽക്കൂട്ടാക്കണേ അല്ലാഹ്. ഈ സ്റ്റേജ് കെട്ടിയവര്, പന്തലിട്ടവര്, ഇതിന് വേണ്ട തോരണങ്ങളൊക്കെ തൂക്കി സദസ്സ് അലങ്കരിച്ചവര്, ഈ മൈതാനമൊക്കെ റെഡിയാക്കിയവര്, ഇതിന്റെ നോട്ടീസ് അടിച്ചവര്, വിതരണം ചെയ്തവര്, പ്രചരണം നടത്തിയവര്, ഇതിനെ സ്ഥലം അനുവദിച്ചെന്നവര്, അതുപോലെ ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവര്, ഇതിനൊക്കെ വേണ്ടി ഉറക്കം വെച്ച് പണിയെടുത്തവര് പലരും ഉണ്ടാവും. അവരുടെ പേര് ഇതിനു വേണ്ടി ഇതിന്റെ അണിയറയിൽ നിന്ന് പ്രവർത്തിച്ച കുറെ ചെറുപ്പക്കാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ അവരുടെ പേര് നോട്ടീസിലും പേരിലൊന്നും വരൂല. പ്രശ്വനെ അവർക്കൊക്കെ ദീർഘമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് മനസ്സിന് വലിയ സന്തോഷമുള്ളത് ഈ സ്ഥലം അനുവദിച്ചത് ഒരു ഹൈന്ദവ സഹോദരനാണെന്ന് അറിയാൻ കഴിഞ്ഞു. പ്രശ്വനെ നീ അവർക്കെല്ലാം നന്മയും നൽകണേ അല്ലാഹ്. ഈ സ്നേഹബന്ധങ്ങളൊക്കെ നീ നിലനിർത്തി തരണേ റബ്ബേ. അതുപോലെ വലിയ ഇഷ്ടപ്പെട്ടത് എന്താ അറിയോ, സൗണ്ട് സെറ്റ്, മൈക്ക് സംവിധാനം എനിക്ക് വലിയ റാഹത്താണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 10 മണി കഴിഞ്ഞതുകൊണ്ട് ഈ കാരണം പേടിച്ചിട്ട് ഇത്തിരി സൗണ്ട് കുറച്ചിടും. അപ്പൊ ആർക്കുമ്പോൾ കൂട്ടാൻ പറയാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഏതായിരുന്നാലും അവർക്ക് അല്ലാഹു അവരെ പണിയിലൊക്കെ നിങ്ങളിരിക്കുന്ന മാതിരി ഓരിങ്ങനെ ഇരിക്കില്ല, എത്ര നേരാന്ന് വെച്ചിട്ടാണ് ഓരോ മൈഷത്തിങ്ങനൊക്കെ അല്ലേ. പ്രസവം അവർക്ക് നീ വർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജോലിയൊക്കെ നീ ഹൈറ് നൽകണേ അല്ലാഹ്. അങ്ങനെ അലിഫ് മുതൽ യാദ് വരെ A to Z ഇതിനു വേണ്ടി പ്രവർത്തിച്ച, പണിയെടുത്ത, സഹായിച്ച, സഹകരിച്ച, ഇതിന്റെ പോസ്റ്ററുകൾ ഷെയർ ചെയ്ത് ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ടുകൊടുത്ത, അങ്ങനെ അതൊക്കെ ഇതിന്റെ പ്രചരണമാണ്. അതൊക്കെ നെയ്യത്ത് നന്നായ കൂലിട്ടുന്ന കാര്യമാണ്. അള്ളാഹുവിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ നാട്ടിൽ വനിതാ കൂട്ടായ്മ സജീവാണെന്ന് അറിഞ്ഞു. അവർക്ക് വേണ്ട ക്ലാസ്സുകളും മറ്റൊക്കെ നടക്കുന്നുണ്ട്. അവരെ കൂട്ടായ്മയിലൂടെ ഇതിന് നല്ലൊരു സംഭാവനകളും മറ്റൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അവരെ പിന്തുണ ഇതിന് നന്നായി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പടച്ചോനെ നീ അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. നീ അവരെല്ലാം ഏറ്റെടുക്കണേ അല്ലാഹ്. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. أستغفر الله العظيم. 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 يا حي يا قيوم
യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം. അതുപോലെ നമ്മുടെ പരിപാടിക്ക് ശ്രമിച്ച ഇതിനൊക്കെ ഇവിടെ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഖാദർ ഉസ്താദ് നമ്മുടെ സുഹൃത്തിൻ്റെ ഉപ്പ കൂടിയാണ്. അള്ളാഹു ഇവർക്കെല്ലാ ഖൈറും ബർക്കത്തും നൽകട്ടെ. മൂപ്പര മോനുള്ള സുഹൃത്ത് ആമിർ ഹസനി അസ്ഹരി ഇവരെ കൂടെയാണ് ഞാൻ പഠിച്ചത്, ഒരുമിച്ച് പഠിച്ചവരാണ്. ആ ബന്ധത്തിലൊക്കെയാണ് എന്നിട്ട് വിളിച്ചത്. കഴിഞ്ഞ മുമ്പ് റമദാനിൽ തൗബാ മജ്‌ലിസ് വന്നിട്ടുണ്ടായിരുന്നു. അള്ളാഹു തആല നമ്മുടെ ഈ ബന്ധം ഇതുപോലെ നാളെ സ്വർഗത്തിൽ എത്തിച്ചേരട്ടെ. ഖാദറുലിയാർക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമിറിന്റെ പഠന കാര്യങ്ങളിലും മറ്റ് ഭാവി കാര്യങ്ങളൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അതേപോലെ അവരെ ഉമ്മ ഈ സദസ്സിലുണ്ട്, അള്ളാഹു ഉമ്മാക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. നമ്മുടെ സ്വന്തം ഉമ്മാനെയും വാപ്പാനെമാരെ നമ്മൾ നോക്കുന്നവരെയാണ്, അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മിൻഹാജി സദസ്സിലുണ്ട്, അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ പരിചയമുള്ള പലരുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മർസൂഖ് ഹസന് അള്ളാഹു തആല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. നമ്മളെ സീനിയർ കൂടിയാണ്, അള്ളാഹു തആല എല്ലാ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ പലരും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തവരും കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഈ സദസ്സിൽ പങ്കെടുത്ത പലരും മരിച്ചുപോയവരുണ്ടാവും, അള്ളാഹു പുറത്തെടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നൗഫലിന്റെ വീട്ടിൽ നിന്നായിരുന്നു ഭക്ഷണം, അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ വേണ്ടപ്പെട്ട പലരുമുണ്ട്, എല്ലാവരും നിയത്താക്കി നമ്മൾ വരയ്ക്കാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والألم، اسمه مقدس معطر مطهر منور مطهر في البيت والحرم، شمس الضحى بدر الدجى صدر العلا نور الهدى في الورى مصباح الظلام، جميل الشيم شفيع الأمم صاحب الجود والكرم. الله عاصمه وجبريل خادمه، البراق مركبه والمعراج سفره، وصدرة المنتهى مقامه، وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده، سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين مراد المشتاقين شمس العارفين سراج السالكين محب الفقراء والغرباء والمساكين، سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين، صاحب قاب قوسين محبوب رب المشرقين والمغربين، جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله صلى الله عليه وسلم، نور من نور الله. يا أيها المشتاقون بنور جمالي صلوا عليه وسلموا تسليما. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ ലത്തീഫായ വദൂദായ ജലാലിന്റെയും ജമാലിന്റെയും കമാലായ അല്ലാഹുവേ, സാധുക്കളായ മിസ്കീന്മാരായ ഒന്നുമല്ലാത്ത ഞങ്ങൾ ഈ പാതിരാവിനോടടുത്ത സമയം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മജ്‌ലിസിൽ വെച്ച് ഈ മുത്തുമോമിനീങ്ങൾ നിന്റെ ദർബാറിലേക്ക് ഇന്നത്തെ രാവിൽ ഉയർത്തിയ കരങ്ങളെ ഖായിബാക്കി മടക്കല്ല അല്ലാഹ്, തട്ടിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതിന്റെയും ഒക്കെ വണ്ണമായ സവാബിനെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെയും ബന്ധപ്പെട്ട അഹ്യാഉം അംവാതുമായ എല്ലാവരെയും പെടുത്തണേ റബ്ബേ. ബഹുമാനപ്പെട്ട കാലാന്തരങ്ങളിൽ കഴിഞ്ഞുപോയ അംബിയ മുർസലീങ്ങൾ അഹ്ലുൽ അബ്ബാസ് സാദാത്തീങ്ങൾ ബദരീങ്ങൾ ഉഹദീങ്ങൾ സുഹൈബാക്കൾ സുഹൈബിയാത്ത് താബിഈങ്ങൾ താബിഈ താബിഈങ്ങൾ സലഫുസ് സാലിഹീങ്ങൾ അയിമ്മത്തുൽ അർബഅത്ത് ഹഖായ ദീനിന്റെ കാലമത്രയും കഴിഞ്ഞുപോയ മശായിഖന്മാർ ഇമാമീങ്ങൾ ഈ നാട്ടിലും പരിസരത്തും മറവട്ട് കിടക്കുന്ന മഹാന്മാര് ഈ മാസത്തിൽ ആണ്ടുവയ്ക്കപ്പെടുന്ന മഹാന്മാര് ബഹുമാനപ്പെട്ട മശായിഖന്മാര് ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മലായിക
മലായികത്തെ കിറാം സാലിഹീങ്ങൾ അർവാഹികള് എല്ലാവരുടെ ഹദറാത്തിലേക്കും ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ. അല്ലാഹുവേ പ്രത്യേകിച്ച് റഹ്മാനായ റബ്ബേ ഞങ്ങളെ മശായിഖന്മാർ ഉസ്താദന്മാര് ഈ നാട്ടിൽ ഇന്നലകളിൽ കഴിഞ്ഞു പോയ മഹാന്മാര് ബഹുമാനപ്പെട്ട ശൈഖുനാ പാറന്നൂർ ഉസ്താദിനെ പോലെ പല മഹാന്മാരും കഴിഞ്ഞു പോയ നാടാണല്ലോ. CM വലുല്ലാഹിയെ പോലെ അവരിലേക്കെല്ലാം ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ ദറജകളെ നീ അനുദിനം വർദ്ധിപ്പിക്കണേ റബ്ബേ. മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ അളമത്ത് കൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഈ മുത്ത് മുഅ്മിനീങ്ങള് ഞങ്ങൾ ഓരോരുത്തരും ഇത്ര നേരം ഈ മജ്ലിസിൽ ഇരുന്നത് എന്തെല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ടാണോ അല്ലാഹുവേ നേറുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഈ മജ്ലിസിലേക്ക് വന്നവരുണ്ട്, നേർച്ചകൾ നൽകിയവരുണ്ട്, ലേലം പിടിച്ചെടുത്തവരുണ്ട്. അല്ലാഹുവേ 10 രൂപയുടെ നാണയത്തൊട്ടെങ്കിലും തന്നുകൊണ്ട് അല്ലാഹു അവനവരെ കൊണ്ട് കഴിയുന്നത് ഒക്കെ തന്ന് സ്നേഹിച്ചവര്, സഹായിച്ചവര്, സഹകരിച്ചവര് പടച്ചവനെ ഓരോരുത്തരുടെയും മനസ്സറിയുന്ന കൽബറിയുന്ന കൽബുകളുടെ അധിപതിയായ അല്ലാഹ് ഞങ്ങളെ എല്ലാരെ മുറാദും ഹാസിലാക്കണേ റബ്ബേ. ഹജാത്തുക്കളെ വീട്ടണേ അല്ലാഹ്. മുറാദ് ഹാസിലാക്കണേ റബ്ബേ. ഉദ്ദേശങ്ങളെ നിറവേറ്റണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഓപ്പറേഷന്റെ കത്തി ഞങ്ങളെ ശരീരത്തിൽ വെച്ച് ഞങ്ങളെ ശരീരം കീറി മുറിക്കേണ്ട അവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് രോഗം വന്ന് മക്കള് കുടുംബങ്ങള് നോക്കി വരുത്ത് ഇതൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും എന്ന് പറയുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിന്റെ ആഫിയത്ത് മൗത്ത് വരെ തഖ്വയിലും മഹബ്ബത്തിലോ ഇതിന്റെ റിളയിലുമായി നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും ഐസിയുവിലും വെന്റിലേറ്ററിലും കിടക്കേണ്ട അവസ്ഥ ഈ കൂട്ടത്തിലാർക്കും നിന്റെ റഹ്മത്ത് കൊണ്ട് നൽകല്ലേ അല്ലാഹ്. ഞങ്ങളെ ആഫിയത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ പേരില്ലാത്ത രോഗങ്ങള്, മരുന്നില്ലാത്ത രോഗങ്ങള്, പകർച്ചവ്യാധി വൈറസുകള് പടച്ചവനെ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ. എത്ര മല പോലെയുള്ള കടങ്ങളാണെങ്കിലും കടക്കടിയിൽ നിന്ന് കരകയറ്റണേ റബ്ബേ. ഖാലിഖായ റാസിഖായ അല്ലാഹ് കടത്തോടുകൂടെ മരിക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കൊരാൾക്കും നൽകല്ലേ അല്ലാഹ്. കടക്കാർ വന്ന് വീടിന്റെ വാതിൽപ്പതിൽക്കൽ വന്നിട്ട് അല്ലാഹുവേ ഞങ്ങളെ മാനം കെടുത്തുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. സമ്പത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഖൈറായ നിലക്കുള്ള സാമ്പത്തിക ഐശ്വര്യം നൽകണേ അല്ലാഹ്. അതൊക്കെ നിന്റെ ദീനീ മാർഗത്തിൽ ചെലവഴിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹഖ് നൽകണേ റബ്ബേ. പടച്ചോനെ റഹ്മാനായ റബ്ബേ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത മഈശത്തുമായി ബന്ധപ്പെടുന്നവരാ, ഓരോരുത്തരും വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരാ, ഓരോരുത്തരുടെയും ഉപജീവന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ റബ്ബേ. ഇസ്സത്തിലും ഇഫ്ഫത്തിലുമാക്കണേ റബ്ബേ. എല്ലാവിധ കഷ്ടനഷ്ടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. എല്ലാവിധ തെല്ലത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകണേ അല്ലാഹ്. ശത്രുക്കളെ ശർറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. അസിയാനികളെ അസൂയ തൊട്ട് കാക്കണേ അല്ലാഹ്. പടച്ചോനെ സാഹിറിന്റെ സിഹർ, മാക്കിറിന്റെ മക്കർ, ആയിനിന്റെ ഐന്, കൈവശക്കാരെ കൈവശങ്ങള്, നാപ്പോരന്മാരെ ശർറുകള്, എല്ലാവിധ തട്ടിമുട്ട് കെട്ടിമാട്ട് മരണങ്ങളെ തൊട്ടും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. അത് കത്തിച്ചമ്പലാക്കി കരീപ്പിച്ചു കളയണേ റബ്ബേ. സിഹറുമാക്കിലാക്കണേ അല്ലാഹ്. അത്തരം ശർറുകളെ കൊണ്ട് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലോ മാതാപിതാക്കളിലോ ഞങ്ങളുടെ മുഹിബ്ബീങ്ങളിലോ ഞങ്ങളുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരിലോ ഉണ്ടെങ്കിൽ നീ മാറ്റി ശിഫ കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ
അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ ഹംസത്തുൽ കറാർ തങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാ സിഹ്റ എല്ലാ പൈശാചിക ശർറുകളോ തട്ടിമാറ്റി ബാത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ താമസിക്കുന്ന പറമ്പിലോ ഞങ്ങളെ വീട്ടിലോ ഞങ്ങളെ അഹലിലും മാലിലും വലതിലുമുള്ള ഞങ്ങളെ നാട്ടിലുമുള്ള എല്ലാ ശർറുകളെയും നീ തുടച്ചു നീക്കണേ റബ്ബേ. ഈ മജ്ലിസോടെ നീ എടുത്തു കളയണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് നല്ല ഇണകളെ നൽകണേ റഹ്മാനെ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, വാടക വീട്ടിൽ കഴിയുന്ന പാവപ്പെട്ടവരുണ്ട്, നല്ല വീടിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവര് നീ ഏറ്റെടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികള്, കടല് കിടന്ന് പറന്നു പോയ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കള് ആ മരുഭൂമിയുടെ മണലാന്തരത്തിൽ വെച്ച് പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാ. ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പോയവര് പറന്നവര് അല്ലാഹ് ഇന്നെത്രയോ വലിയ വലിയ ഭീമമായ സംഖ്യ പറഞ്ഞ് ഓരോ വസ്തുക്കളും വിളിച്ചെടുത്തിരിക്കുന്നു. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാഹ്. പ്രവാസ ലോകത്ത് അവർക്ക് സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട പ്രവാസി മക്കള് അല്ലാഹുവേ, അവർ ഏത് പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരോരോരുത്തരെയും അവിടുത്തെ ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് അവിടെ സന്തോഷമുള്ള ജീവിതം നൽകണേ റഹ്മാന്. അവരെ വിഷമങ്ങളെ നീ തീർക്കണേ അല്ലാഹ്. അവര് പോയ ലക്ഷ്യങ്ങളൊക്കെ നീ സാക്ഷാത്കരിച്ചു കൊടുക്കണേ റബ്ബേ. അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവാസികളെ നീ ഏറ്റെടുക്കണേ റബ്ബേ. നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഈ സംവിധാനത്തെ അവരേറ്റെടുത്തോ, നീ അവരെ ഏറ്റെടുക്കണമേ അല്ലാഹ്. ഈ പരിപാടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവര്, ഇതിന് സ്ഥലം അനുവദിച്ചവര്, ഇതിന് സംവിധാനങ്ങൾ ഒരുക്കിയവര്, അല്ലാഹുവേ, ഓരോ ചെറിയ നാണയത്തൊട്ടുകൾ കൊണ്ട് പോലും ഇതിനെ സഹായിച്ചവര്, സഹകരിച്ചവര്, വാക്കുകൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, ആരോഗ്യം കൊണ്ട്, മനസ്സാവാച കർമ്മണ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇപ്രാവശ്യത്തെ മീലാദ് പ്രോഗ്രാമിന്റെ അന്നദാനത്തിലേക്ക് അങ്ങനെ ഓരോന്നിലേക്കും അരിയായി, മാംസമായി, മസാല പൊടികളായി, പച്ചക്കറികളായി അങ്ങനെ ആരെല്ലാം സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഈ നാട്ടിലെ പള്ളി, മദ്രസ, ദീനി സംവിധാനങ്ങള് അതിന്റെ ഉന്നതിക്ക് വേണ്ടി പണിയെടുത്തവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് പരിപാടിയുടെ ലൈവ് സംവിധാനം ഒരുക്കിയ പ്രിയപ്പെട്ടവര്, അത് മാനേജ് ചെയ്തവര്, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഒത്താശകളൊക്കെ ചെയ്തവര്, സൗണ്ട് സംവിധാനത്തിന്റെ പ്രിയപ്പെട്ടവര്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വേഗത്തിന് സാധനം കൊണ്ടുവന്ന് കൊടുത്തവര്, വലിയ സംഖ്യക്ക് വിളിച്ചവര്, വിളിച്ചെടുത്തവര് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഇത്ര നേരം ഈ മജ്ലിസിൽ ഉസ്താദുമാര്, മുഅ്മിനീങ്ങളും മുഅ്മിനാത്ത് എന്തെല്ലാം തിരക്കുള്ളവരെയാണ്, അതൊക്കെ മാറ്റിവെച്ച് ഒരേ മനസ്സോടെ ഈ നാട്ടിലെ പ്രിയപ്പെട്ടവര് പതിരാവിന്റെ നിശബ്ദതയിലും ഒരുമിച്ചുകൂടി ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ്. 10 മാസത്തോളം ഗർഭഞ്ച് വന്ന് ഭരണത്തിന്റെ പകുതി വേദന പോലും സഹിച്ച് ഞങ്ങളൊക്കെ നൊന്ത് പ്രസവിച്ച ഞങ്ങളെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാര് എത്ര രാത്രികളിലാ ഞങ്ങളെ ഉമ്മമാര് നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരുന്നത്. എത്ര രാത്രികളിലാ മുഖം ഉറങ്ങിക്കിടന്നപ്പോഴും നിസ്കാരക്കുപ്പായിൽ സുജൂദിൽ കിടന്നവര് ഞങ്ങളെ ഓർത്ത് പൊട്ടിക്കരഞ്ഞത്. തൊട്ടപ്പുറത്തെ അപ്പോഴും ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു. അപ്പയും നിസ്കാരക്കുപ്പായിൽ നെറ്റിത്തളം വെച്ച് ഞങ്ങളെ കാര്യമാലോചിച്ച് എന്റെ കുഞ്ഞിമോളെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഞങ്ങളെ ഉമ്മമാര് റബ്ബേ, വന്തിയോളം പണിയെടുത്ത് കട്ടപ്പെട്ട് ചോര നീരാക്കി അധ്വാനിച്ച് ഒരു വിഷമുണ്ട കുട്ടികളറിയരുത്. ഞാൻ തിന്നിട്ടില്ലെങ്കിലും അവര് തിന്നാതിരിക്കരുത്. സോനെ, അങ്ങനെ ഒരു വിഷമവും ഞങ്ങൾ അറിയിക്കാതെ പോറ്റി വളർത്തിയ വലിയ പ്രസ്ഥാനങ്ങളായ ഞങ്ങളെ ഉപ്പമാര്, അരിഫ് മുതൽ ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദുമാര്, സോനെ, അവര് പലരും ഇന്ന് ഖബറിലാ. അവരിലേക്ക് നിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവരിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ഞങ്ങളമ്മാരെ വാപ്പാരെ ഉസ്താദുമാരെ ഒരുത്തൽ ലഭിച്ച മക്കളിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാഹ്. പ്രചോദനങ്ങൾ കൂട്ടുകാരെ പലരും ഇന്ന് ഖബറിലാണ്. ഞങ്ങളേറെ സ്നേഹിച്ച പലരും ഇന്ന് ഖബറിലാണ്. ഈ നാട്ടിലെ പള്ളി ഖബർസ്ഥാനിൽ മറവെട്ടി കിടക്കുന്ന ഖബറാളികള് ഓരോരുത്തരിലേക്കും ഇതിന്റെ സന്തോഷങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അവർക്ക് പൊറുക്കണേ റബ്ബേ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് 6 അടി മണ്ണില് മീസാൻ കല്ലിന്റെ താഴെ മൈലാഞ്ചി ചെടികൾക്ക് ചുട്ടിലിങ്ങനെ കിടക്കുമ്പോ എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ പിന്നിട്ടാലും ഇതുപോലെ ഞങ്ങൾ ഓർക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ദ്വാരപ്പിക്കുന്ന എല്ലാ മജ്‌ലിസുകളിൽ ഞങ്ങൾ ഓർക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി സ്വതന്ത്ര ചെയ്യുന്ന, ദ്വാരക്കുന്ന, ആദിയ ചെയ്യുന്ന നല്ല മക്കളെ, നല്ല കുടുംബങ്ങളെ, നല്ല കൂട്ടുകാരെ, നല്ല നാട്ടുകാരെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കുമല്ലോ, ഞങ്ങളെ പേരും മയ്യത്തെന്നാകുമല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ മരണം ഹൈറാകുന്ന സമയത്ത് ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് പോകൽ ഞങ്ങൾക്ക് ഹൈറാകുമ്പോ എല്ലാ അക്കടപാടുകളും വീട്ടി, നിന്നോട് പടപ്പുകളോടുമുള്ള അക്കടപാടുകളൊക്കെ വീട്ടി നല്ലൊരു വെള്ളിയാഴ്ച ശൈഖന്മാരെ ഹുദൂറിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റിസാലത്തിന്റെ നൂറാനിയത്തിന്റെ തിരുവചനം കണ്ട് സന്തോഷത്തോടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര തിരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ആയിഷാ ബീവിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പറഞ്ഞില്ലേ, യാ ആയിഷാ ആയിഷാ ഇന്നലിൽ മൗതി ലസകറാത്ത്. ആയിഷാ, മരണത്തിനൊരു വല്ലാത്ത വേദനയുണ്ട്, മരണത്തിനൊരു വല്ലാത്ത വേദന ഉണ്ട് ട്ടോ ആയിഷാ. പ്രസവനെ തങ്ങൾ പോലും പറഞ്ഞു പോയെങ്കിൽ സക്കറാത്തുൽ മൗത്തിന്റെ വേദന അറിയാതെ മരിക്ക ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബ്ലീസിന്റെ ശർറിൽ അകപ്പെട്ടു പോകുന്നതിനെ തൊട്ട് കാക്കണേ റബ്ബേ. ഞങ്ങളെ ദോഷങ്ങളൊന്നും പൊറുപ്പിക്കപ്പെടാതെ ഞങ്ങളെ തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. മോശമായ സ്ഥലത്തോ മോശമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ റൂഹിനെ തിരിച്ചു വിളിക്കല്ല അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ ഒരുപാട് നല്ല മനുഷ്യന്മാർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരിപ്പിക്കുന്ന, മയ്യത്തുസ്കരിക്കുന്ന, ഖുർആനോദി ഹദിയ ചെയ്യുന്ന നല്ല അവസ്ഥ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. നല്ല ബന്ധങ്ങൾ അധികരിപ്പിക്ക റബ്ബേ. നിസ്കാരം മുറ പോലെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇബാദത്ത് മുടക്കമില്ലാതെ ചെയ്യാൻ, ഔറാദ് വദായിഫുകൾ തെറ്റാതെ കൊണ്ടടക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. ദിവസവും ധാരാളം ഖുർആൻ ഓതാനുള്ള തൗഫീഖ്, മുസ്ഹഫിലേക്ക് നോക്കി ഓതാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹ്. പ്രസവനെ നല്ലൊരു ഖബർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നല്ലൊരു ഖബർ നൽകണേ അല്ലാഹ്. പാമ്പുകളുടെ തേളുകളുടെ സങ്കേതങ്ങളാക്കി സാധുക്കളായ മിസ്കീന്മാരായ ഞങ്ങളെ ഖബറുകളെ മാറ്റല്ല അല്ലാഹ്. ഖബറിന്റെ കൂരാകൂരി ഇരുട്ട്, ഖബറിന്റെ ഇരുഞ്ഞരുക്കം, ഇടുക്കം, ഒലുമത്ത്, ലീഖത്ത്, ശിദ്ദത്ത്, വഹദത്ത്, ഫർദത്ത്, ആരാരുമില്ലാത്ത ഖബറ്, ഖബറിന്റെ കൂരാകൂരി ഇരുട്ടിന്റെ നിശബ്ദത. ഖബറ് ഞങ്ങൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ കൂട്ട് നൽകണേ അല്ലാഹ്. അഅ്മാലു സ്വാലിഹാത്തിന്റെ കൂട്ട് നൽകണേ അല്ലാഹ്. ഒരുപക്ഷെ ഇന്നത്തെ രാവിലെ കൂട്ടത്തിലെ പലരുടെയും ഉമ്മാര് വാപ്പാര് മരിച്ചുപോയോര് ഖബറിൽ നേരെ സന്തോഷിച്ച രാത്രിയായിരിക്കും. കാരണം അവർക്ക് വേണ്ടി പലതും ദീനിന് വേണ്ടി അവർ നൽകി. ഈ അഅ്മാലിനൊക്കെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളെ ദുആക്ക്
ഇജാബത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളെ ഉമ്മാര് അപ്പാര് ഉസ്താദുമാര് കുടുംബങ്ങള് കൂട്ടുകുടുംബങ്ങള് ഞങ്ങൾ സ്നേഹിക്കുന്നവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് ഞങ്ങൾ കടപ്പെട്ടവർ ഞങ്ങളോട് കടപ്പെട്ടവര് ഞങ്ങളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് ഞങ്ങളെ കൈ മുസാഫാത്ത് ചെയ്തോര് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തോര് അല്ലാഹു ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്നവര് ഒന്നുമില്ലെങ്കിലും ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവര് അവരെല്ലാം നീ ദുആ ബറക്കത്തിൽ ചേർക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. من رأى وجهك يسعد يا كريم الوالدين. ആ പരിശുദ്ധ ഭൂമുഖമൊന്നു കാണാൻ സായിച്ച മണിയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പല പ്രാവശ്യവും ഇൻഷാ അല്ലാഹ് അൽ മക്കത്തുൽ മുകറമയിലെത്താനും 5 വക്ത് ഞങ്ങൾ തിരിഞ്ഞു നിസ്കരിച്ച കഅബയെ ഒന്ന് കാണാനും തവാഫ് ചെയ്യാനും ആ കഅബാലയത്തിന്റെ കറുകറുത്ത കില്ല പിടിച്ച് നിന്നോട് ഞങ്ങളെ സങ്കടങ്ങൾ എണ്ണി എണ്ണി പറയാനും മഖാം ഇബ്രാഹീമിന്റെ പിന്നിലൊന്ന് നിസ്കരിക്കാനും ആ സ്വർഗത്തിലെ ഹജറായ ഹജറുൽ അസ്വദ് മൊത്താനും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജറ ബീവി ഉമ്മ മോന്റെ ദാഹജലത്തിന് വേണ്ടി പിഞ്ചു പൈതലിന്റെ ദാഹജലത്തിന് വേണ്ടി കാലിട്ടോടി നടന്ന സഫാ മറുപകളിൽ ഒന്ന് ഓടി നടന്ന് സഅയ് ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം ആശിഖീങ്ങളുടെ നഗരിയായ അൽ മദീനത്തുൽ മുനവ്വറയിലെത്താൻ അല്ലാഹുവേ റൗദാ ശരീഫ് ഒന്ന് മനം നിറയെ കാണാൻ അവിടെ വെച്ച് മനം നിറയെ സ്വലാത്ത് സലാമുകൾ അർപ്പിക്കാൻ ഞങ്ങളെ സങ്കടങ്ങൾ എണ്ണി എണ്ണി പറയാൻ സ്വർഗത്തോപ്പിൽ നെറ്റിത്തടം വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവസാനം അവിടെ നിന്ന് പോരുമ്പോ ഞങ്ങൾക്ക് ആ മദീനത്ത് 6 അടി മണ്ണു നൽകണമേ അല്ലാഹ്. ചുതിക്കാൻ അവലേശം അർഹതയില്ലെങ്കിലും ഈ പാതിരാവിന്റെ സമയത്ത് നിന്റെ റഹ്മത്തിന്റെ കേദാരങ്ങൾ തുറക്കപ്പെട്ട് ആകാശത്തിലേക്ക് നീ ഇറങ്ങി വരുന്ന ഈ പാതിരാവിന്റെ നിശബ്ദതയില് ഈ കൊച്ചുമക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഞങ്ങൾ ചെയ്ത സദഖകളെ, പറഞ്ഞ ഇൽമിനെ ഒക്കെ മുൻനിർത്തി ചോദിക്കുന്നു. തൗഫീഖ് നൽകണമേ അല്ലാഹ്. ഞങ്ങളൊന്നുമല്ലെങ്കിലും ഈ ആമീനുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളൊന്നുമല്ലെങ്കിലും ഈ മജ്ലിസിലുള്ള സ്നേഹപുഷ്പങ്ങളായ പിഞ്ചുമക്കളെ കൽബിന്റെ മനസ്സിന്റെ നിഷ്കളങ്കത ഉണ്ടെങ്കിലും സ്നേഹമുള്ള റബ്ബേ, ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ببركة صلى الله على محمد صلى الله على محمد. اللهم صل على محمد يا رب صل عليه وسلم. നിയ്യത്ത് നന്നാവാനും ആഖിബത്ത് നന്നാവാനും കുടുംബത്തിനൊക്കെ വേണ്ടി ദ്വാരക്കണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടി